കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ മയക്കുമരുന്ന് കടത്തിയെന്നാരോപിച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ബോട്ടിന് നേരെ അമേരിക്കൻ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച കടുത്ത സൈനിക നടപടിയുടെ ഭാഗമായാണ് വ്യാഴാഴ്ച ഈ ആക്രമണം നടന്നത്. ആക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ US സതേൺ കമാൻഡ് തങ്ങളുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിലൂടെ പുറത്തുവിട്ടു. സമുദ്രത്തിലൂടെ അതിവേഗത്തിൽ പാഞ്ഞുപോകുന്ന ബോട്ട് മിസൈൽ പതിച്ച നിമിഷങ്ങൾക്കകം വൻ തീഗോളമായി മാറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നിശ്ചിത മയക്കുമരുന്ന് കടത്ത് പാതയിലൂടെയാണ് ബോട്ട് സഞ്ചരിച്ചതെന്ന് US സൈന്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആക്രമണം നടക്കുമ്പോൾ ബോട്ടിൽ മയക്കുമരുന്ന് ഉണ്ടായിരുന്നോ എന്നതിന് വ്യക്തമായ തെളിവുകൾ പുറത്തിടുവാൻ പെന്റഗൺ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ സെപ്റ്റംബറിൽ ട്രംപ് ഭരണകൂടം നാർക്കോ ടെററിസ്റ്റുകൾക്കെതിരെ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം US വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതോടെ 211 ഉയർന്നു. മയക്കുമരുന്ന് കാർട്ടലുകളുമായി രാജ്യം സായുധ പോരാട്ടത്തിലാണെന്നും US-ലെ മയക്കുമരുന്ന് മരണങ്ങൾ തടയുവാൻ ഇത്തരം കടുത്ത നടപടികൾ അത്യന്താപേക്ഷിതമാണെന്നുമാണ് ട്രംപിന്റെ വാദം. ആക്രമണങ്ങളുടെ എഡിറ്റ് ചെയ്യാത്ത യഥാർത്ഥ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് US സെനറ്റർമാർ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻപ് സെപ്റ്റംബറിൽ നടന്ന ആദ്യ ആക്രമണത്തിൽ ബോട്ട് തകർന്നതിന് ശേഷം അവശിഷ്ടങ്ങൾക്കിടയിൽ തൂങ്ങിക്കിടന്ന് ജീവനായി യാചിച്ച 2 പേരെ US സൈന്യം വീണ്ടും ബോംബിട്ട് കൊലപ്പെടുത്തിയത് വലിയ അന്താരാഷ്ട്ര വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ഇതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പെന്റഗൺ വാച്ച്ഡോഗ് ആരംഭിച്ചതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്.